ഹലോ അനിഷേ. ആ, കഴിഞ്ഞ വർഷം ആൾക്കാർ ഞെട്ടിച്ചു കളഞ്ഞല്ലേ ഓണത്തിന്? ആഹാ, ഇപ്രാവശ്യം എന്തുകൊണ്ട്? അതും ദുപ്പട്ട തന്നെ? ദുപ്പട്ട തന്നെ. ആഹാ, ഒന്ന് കാണണ്ട. ഇതെന്താ വന്നാട്ടെ. കഥകളിയുണ്ട്. വർക്ക് വേറെ വേണോ? വേറെ വർക്ക് വേണം. ചേച്ചി ഇതിപ്പോ നമ്മള് ഓണമൊക്കെ വരുമല്ലേ, അപ്പം പുതിയ സെറ്റിംഗ് ആയിട്ട് ചെയ്തതാ. ചേച്ചി തന്നെ ചെയ്തതാണോ? അതെ, ഞാൻ തന്നെ ചെയ്തതാ. ഷോൾ വെച്ച് തന്നെ ചെയ്തു. ഷോൾ വെച്ച് തന്നെ ചെയ്തതാ. കൊള്ളാം. കഴിഞ്ഞ വർഷം ചേച്ചി ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മഹാബലി ചെയ്തിരുന്നു. ഒരു കാപ്പിപ്പൊടി ഷാൾ ഇങ്ങനെ അവിടെ നിന്ന് ഒരു കാപ്പിപ്പൊടി വെക്കണം കേട്ടോ. കാപ്പിപ്പൊടി ഒരെണ്ണം കൂടെ വേണേ. കാപ്പിപ്പൊടി തന്നെ ഒരെണ്ണം കൂടെ എടുക്കണേ. നമ്മുടെ അനീഷ രാധാസ് ടെക്സ്റ്റൈൽസിലെ ദുപ്പട്ട സെക്ഷനിലെ സെയിൽസ് ഗേളാണ്. കഴിഞ്ഞ തവണ അനീഷ ഒരുക്കിയ ഒരു ചെറിയ ചിത്രങ്ങളുണ്ടായിരുന്നു, അത് ദുപ്പട്ട വെച്ചുണ്ടാക്കിയതാണ്. ഇത് വളരെയധികം ഹിറ്റായി, കേരളക്കരെ ആകെ ഏറ്റെടുത്തു. ഇത്തവണയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ആ ദുപ്പട്ട കൊണ്ട് ഒരു കലാവിരുന്ന് ഈ രാധാസിലെ ദുപ്പട്ട സെക്ഷനിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. വീണ്ടും നിങ്ങൾ പ്രേക്ഷകരെല്ലാവരും ഈ അനീഷയും ഈ കലാരൂപത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ്. ഇതിപ്പം ചെയ്തിരിക്കുന്നത് കഥകളിയുടെ ഒരു രൂപമാണ്, പകുതി രൂപം. ഇത് വന്നിട്ട് നമ്മളൊരു രാധാസിന്റെ ഒരു ചിഹ്നമായ 6 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വള്ളംകളിയുടെ ഒരു ബ്ലൂ ഷെയ്ഡും ബ്ലാക്ക് കൂടെ ചേർന്ന് വള്ളംകളി എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ ഓണത്തപ്പന് വന്നിട്ട് ഒരു ഓലക്കുട. പിന്നെ ഈ സൈഡിൽ വന്നിട്ട് നമ്മളൊരു ഹാപ്പി ഓണം തന്നെ കൊടുത്തിട്ടുണ്ട്. കമന്റ് കയറാണ്ട് കൂടുതൽ കമന്റ് ഡാവഞ്ചി പെങ്ങളാണോ എന്നായിരുന്നു കമന്റ് കൂടുതലും. എവിടെ വെച്ച് കണ്ടാലും രാവിലെ വരുമ്പോൾ ബസ്സിനകത്തായാലും കണ്ടാലും പറയും നമ്മളല്ല കൊച്ചിലെ രാധാസില മഹാബലി ഉണ്ടാക്കി കൊച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സന്തോഷം. ആൾക്കാർ എഴുന്നേറ്റൊക്കെ തന്നിട്ടുണ്ടോ? ഒരു ചേട്ടൻ ഇരുന്നോളെന്ന് പറഞ്ഞ് ഇരുത്തുന്നു. ഞാൻ പറഞ്ഞു വേണ്ട നിന്നോ ചേട്ടാ, വേണ്ട ഇരുന്നോള് രാധാസിലെ കൊച്ചിൽ ഇരുന്നോ പറഞ്ഞിട്ടുണ്ട്. ഒരു കലാരൂപം നമുക്ക് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തെങ്കിലെല്ലാം മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. നമുക്കത് ചെയ്യാനൊരു അവസരം കിട്ടിയത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് വരാനും പറ്റത്തില്ല. അതുപോലെ ഈ ഇത്രയും ചാനലിലൂടെ ഒക്കെ അറിയപ്പെടുന്നത് വലിയൊരു കാര്യം തന്നെയല്ലയോ. ഈ കമന്റുകൾ വായിച്ചിട്ട് എന്തെങ്കിലും പേര് വീണോ ഇതിന് ശേഷം, ഈ ദുപ്പട്ട ചെയ്തതിന് ശേഷം? രാധാസിന്റെ കലാകാരി അങ്ങനെ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ. അതാരാ? ഇവിടുന്നാണ് വിളിക്കുന്നത്? പുറത്തുനിന്നുള്ളവരും. പിന്നെ നമുക്ക് കുറെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമന്റ് വീണായിരുന്നു, രാധാസിന്റെ സൂപ്പർ ഗേള്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പിന്നെ നമ്മള് പ്രതീക്ഷിക്കാത്ത ആൾക്കാര്, നമ്മുടെ അയൽവാസികൾ, മിണ്ടാതിരുന്ന ആൾക്കാർ പോലും വന്നിട്ട്, അത് നമ്മുടെ ഡാവഞ്ചി സുരേഷ് സാർ വിളിച്ചിരുന്നു. സാറ് വിളിച്ചിട്ട് അന്ന് നല്ലതായിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്രാവശ്യം തുടങ്ങുന്നതിന് മുമ്പേ സാറിനെ വിളിച്ചിരുന്നു, ഇതുപോലെ ചെയ്യാൻ പോകുമ്പോ സാറ് ഫുൾ സപ്പോർട്ട് തന്നായിരുന്നു. ഓക്കെ പറ്റും, ഇയാളെ കൊണ്ട് പറ്റുമെന്ന് സാർ എനിക്ക് പറഞ്ഞു ഓക്കെ തന്നായിരുന്നു. അങ്ങനെ തുടങ്ങിയാണോ അതോ? അത് സാറിനോട് ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞത് കൊണ്ട് ചെയ്തതാ, പക്ഷെ എത്ര ഹിറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പൊ അത് ചെയ്തപ്പോ ഇപ്രാവശ്യം എല്ലാം നമ്മുടെ വരുന്ന കസ്റ്റമേഴ്സ് നമുക്കിപ്പോ 2 മാസം മുമ്പേ ചോദിച്ചു തുടങ്ങി, ഇപ്രാവശ്യം ഓണത്തിനൊന്നും ചെയ്യുന്നില്ലേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളങ്ങനെ ചെയ്തതല്ലേ, പുതിയ ഷോപ്പൊക്കെ ആയതുകൊണ്ട് ചെയ്യുന്നില്ലയോ, അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. അപ്പൊ അവർ കസ്റ്റമേഴ്സ് നമ്മളിത് ഇമ്പോർട്ടന്റ് കൊടുക്കണമല്ലോ. പാത്തു ആ വെള്ളയും ഗോൾഡനും ഒക്കെ ഷാൾ എടുത്തിട്ട് പറഞ്ഞാൽ നമുക്കിത് ഫില്ല് ചെയ്ത് പോകണമെങ്കിൽ, നമുക്കൊരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോഴായാലും തിരിച്ച് നമുക്കത് ഫില്ല് ചെയ്ത് നമുക്ക് അതുപോലെ വെക്കണമെങ്കിൽ നമുക്ക് സാധനങ്ങൾ വേണം കേട്ടോ. എളുപ്പം എടുത്തിട്ട് പറഞ്ഞേ. ഇത് എന്നിട്ട് പുതിയ ഐറ്റമാണ്, സ്റ്റോൺ വർക്കിൽ വരുന്നത്. ഇതിൽ പറഞ്ഞോ? ഇല്ല പറഞ്ഞ കളർ നോക്കും പറഞ്ഞോണ്ടോ എന്ത്. ഇത് പശ്മീന കേട്ടോ, പശ്മീനയുടെ ബനിയൻ ക്ലോത്തിന്റെ പശ്മീന. നല്ല പറ്റത്തുള്ളൂ, നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലേ നമുക്ക് പ്രധാനം. പിന്നെ അത് ഉടനെ തന്നെ തിരിച്ചു വെക്കും. ഞാനിത് ഇപ്രാവശ്യം ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ വിൻസാറിന് ഇട്ട് കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടി കീടുമായിട്ടുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു മാനേജ്മെന്റ് ഇങ്ങനെ തന്നെ ആയിരിക്കണം. നമുക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. ഓണേഴ്സ് നല്ല അവർ പറയാം, സാറായാലും സാറിന്റെ വൈഫ് സുജിത മേഡം, രേഷ്മ മേഡം, ശരൺ സാറ്, നമ്മളൊരു 9 അംഗ ടീം ഉണ്ടായിരുന്നു. പർച്ചേസ് ടീം 9 പേരടങ്ങുന്നതായിരുന്നു പർച്ചേസ് ടീം. അത്രയും നേരം അത്ര എഫേർട്ട്, ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തരായിട്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ഓരോ സാധനങ്ങൾ എടുക്കാൻ പോയി. അത്ര കഷ്ടപ്പാടിലാണ് നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്തത്, അത്രത്തോളം എഫേർട്ട് എടുത്തു.
അടുത്ത കസ്റ്റമർ വരുമ്പോഴേ കസ്റ്റമറെ കാണിക്കണമെങ്കിൽ ഇതിന് OP ഒത്തിരി കിടന്ന് നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കസ്റ്റമർക്കും ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് നമുക്ക് മാറ്റാം. സ്പീഡായിട്ട് ചെയ്തേക്കണേ. അയ്യോ നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവരും. നമുക്ക് റോഡിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കുകയും ഇന്ന ആളല്ലേ നമ്മളെ രാധാഫില കൊച്ചല്ലേ, മഹാബലി ചെയ്ത കൊച്ചല്ലേ എല്ലാവരും നല്ലൊന്ന് പരിചയപ്പെടാൻ വരുമായിരുന്നു. കാരണം അത്രയ്ക്ക് നമ്മളെ പ്രതീക്ഷക്കാട്ടും കൂടുതൽ എല്ലാവരും നമ്മളെ തിരിച്ചറിഞ്ഞു. മുമ്പ് അത്രയും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു.